ചില ഈ ഡൽഹിയിലുള്ള പലയിടത്തും ഇതുപോലുള്ള ഇത് ഡാൻസ് കാണാൻ നമ്മുടെ പ്രിയങ്ക പോയി. അങ്ങനെ കണ്ട് പരിചയപ്പെട്ട പരിചയമാണ് ഇവരുടെ കല്യാണത്തിന് ഒരു കല്യാണം കഴിച്ചത്. ഇതാണ് അതിന്റെ റിയൽ ചരിത്രം. ഈ വടേരയുടെ അമ്മ എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യനാണ്. ആംഗ്ലോ ഇന്ത്യൻ പറയുമ്പോൾ ഈ വടേര അവരുടെ ഫാമിലിയുടെ ബിസിനസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ കള്ളത്തിനും അടിച്ചിറക്കി ഭയങ്കര ജൂവലറി കച്ചവടമൊന്നുമല്ല. ഡൽഹിയിൽ നിന്ന് ഏകദേശം 270 കിലോമീറ്റർ ദൂരെ മാറി സഹറൻപൂർ എന്നും പറഞ്ഞൊരു സിറ്റിയുണ്ട്. അത് നേരത്തെ യു പിയിലായിരുന്നു, ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡ്. ഇതിന് തൊട്ട് 30 കിലോമീറ്റർ മാറിക്കഴിയുമ്പോഴാണ് നൈനിറ്റാൾ. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇഷ്ടംപോലെ ആംഗ്ലോ ഇന്ത്യൻസ് താമസിച്ച സ്ഥലമായിരുന്നു നൈനിറ്റാൾ. അപ്പൊ അവിടെയുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിപ്പെട്ട ആളാണ് ഈ വടേരയുടെ അമ്മ. അപ്പം തമ്പിയുടെ ബിസിനസ്സിനെ ഞാൻ പറ്റി പറഞ്ഞു. അജ്മാലിന്റെ മദ്യക്കച്ചവടം, അതേപോലെ തന്നെ ഡിസ്കോത്തിക്ക്, ഈ പരിപാടികളുടെ കച്ചവടത്തിന്റെ അകത്തും ഈ വടേരയും ഈ കുടുംബവും എല്ലാം പാർട്ട്നേഴ്സാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് ഇത് പ്യൂർ ആയിട്ടുള്ള കച്ചവടമാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഇതിനകത്ത് ബേസിക്കലി കോൺഗ്രസിന് ആരാണ് പ്രസിഡന്റ് ആകേണ്ടതെന്നുള്ളത് കത്തോലിക്ക സഭയും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഒന്നുമല്ല തീരുമാനിക്കേണ്ടത്. കേരളത്തിലുള്ള കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരുമാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപചയം എന്ന് പറയുന്നത് ഒരു സമയത്ത് ഒരു ബൗൺസറും ഡിസ്കോത്തിക്കും ഡാൻസുകാരനുമായ വടേര കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തീരുമാനിക്കുന്നു. ഇതാണ് നടക്കുന്നത്. അതിനുവേണ്ടി സി തമ്പിയാണ് കച്ചവടങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നത്. സി തമ്പി ജയിലിൽ കിടന്നയാളാണ്. വടേരക്കെതിരെ ഇവർക്കെതിരെ കേസുകൾ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ഈ കേസുകളുമായി ബന്ധം അതിനെപ്പറ്റി ചാർജ് ഷീറ്റ് വായിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കും വലിയ റാക്കറ്റാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ റാക്കറ്റിനെ തകർക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരന്റെ ആവശ്യമാണ്. വടേര ശരിക്കും പണമുണ്ടാക്കിയൊരു കക്ഷിയാണ്. അതിന്റെ പേരിൽ അയാൾ ഇന്ത്യൻ പൊളിറ്റിക്സിലും ഒക്കെ വളരെ വല്ലാത്ത രീതിയിൽ ഇടപെട്ട് കോൺഗ്രസിനെ നശിപ്പിക്കുന്ന കാര്യത്തിൽ വടേരയും പ്രിയങ്കയും സി തമ്പിയും ഒക്കെ വളരെ മുൻപന്തിയിലാണ്. അവരുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് ആണ്. അതിനുവേണ്ടി അവർ കൊണ്ടുവരുന്നയാളാണ് ശ്രീ ആന്റോ ആന്റണി.